ഇന്നിതാ രാവിലെ നൂറ് പോകുമ്പോൾ തന്നെയുള്ള വീഡിയോ ആണ് കേട്ടോ. രാവിലെ എണീച്ച് കിച്ചണിലേക്ക് പോയി. ഇനിയിപ്പം ചായ വെക്കണം. നൂറ് പോവാനായിട്ടുണ്ട്. സമയം 4:45 കേട്ടോ. അങ്ങനെ ഇതാ ഞാനിന്ന് ബ്രെഡ് പൊരിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ ബ്രെഡും പൊരിച്ച് കൊടുത്ത് പിന്നെ ചായയും വെച്ച് കൊടുത്തിട്ടാ. പിന്നെ കുറേ ആളെന്നോട് ചോദിക്കുന്നുണ്ട് ഡയറ്റ് നിർത്തിയോ, ഇപ്പം ഡയറ്റിംഗ് ഒന്നും കാണുന്നില്ലല്ലാന്ന്. ഞാൻ നിർത്തിയിട്ടില്ല, പക്ഷേ വീഡിയോസ് ഇടായിട്ടാണ് കേട്ടോ. പിന്നെ അത് വെച്ചാൽ കുറച്ചിങ്ങനെ കഴിക്കുകയും ചെയ്യും. അങ്ങനെ ഇതാ ചായ എല്ലാം കുടിച്ചിട്ട് നൂറ് ഇറങ്ങിയേട്ടാ. പിന്നെ കുറച്ച് സമയം ഞാൻ പോയിട്ട് കിടന്നതിന് ശേഷമാണ് പിന്നെ എണീച്ച് കിച്ചണിലോട്ട് വന്നത്. അപ്പോൾ ഞാൻ പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് കാരിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ നോക്കുമ്പോഴേക്കാണ് ഫ്രിഡ്ജിൽ വെച്ച ചോറ് എന്തോ ഒരു ചെറിയൊരു സ്മെല്ല് വന്നിട്ടുണ്ടായിന്. പിന്നെ ഞാനത് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഉമ്മാൻ്റെ അടുത്ത് പോയി നോക്കുമ്പോൾ ഉമ്മാൻ്റെ അടുത്തും ഇല്ലയെന്ന് പറഞ്ഞ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് ബ്രെഡും ഓംലെറ്റും കൂടി ആക്കി സാൻഡ്വിച്ച് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. അതാകുമ്പോൾ ഇവർക്ക് ഒന്നുകൂടി ഇഷ്ടമാവും. അങ്ങനെ ഇതാ ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കിയെന്ന് കേട്ടോ. ഇന്നലത്തെ മീൻകറി ഉണ്ട്. അപ്പം കാര്യപ്പം ആവുമ്പം അങ്ങ് വേഗം ആവുമല്ലോ എന്ന് വിചാരിച്ച് അതിന് ഇറങ്ങാൻ വേണ്ടി പോയേ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പിന്നെ ഇതാ നെയ്യ് എണീച്ച് വന്നിട്ടുണ്ട്. പല്ലുവേദന എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനാണ് കേട്ടോ പല്ല് തേച്ച് കൊടുത്തത്. അതിനിടയിൽ കുറേ കരച്ചിലൊക്കെ ഉണ്ടായി. അങ്ങനെ പല്ലൊക്കെ തേച്ച് ചായയൊക്കെ കൊടുത്തിട്ട് കുളിപ്പിച്ചിട്ട് അവിടെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇതാ ഞാൻ വേഗം സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാണ്. നൂറാക്കും നജക്കും പോവാനായിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ അത് കട്ടെല്ലാം ചെയ്ത് കൊണ്ടു കൊടുത്തിട്ടാ. ഇവർക്ക് ഈ അപ്പങ്ങളെക്കാട്ടും കൂടുതൽ ഇഷ്ടം ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. അങ്ങനെ നെയ്ഹന മുടിയൊക്കെ വാരിക്കൊടുത്ത് പിന്നെ ഇതൊക്കെ വേണ്ട സ്നാക്സും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. രാവിലെ നൂറിന് കൊടുത്ത ബ്രെഡ് തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ നെയ്ഹന് സ്കൂളിൽ അയച്ചിട്ട് പിന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാ. ഇവർ പോയി കഴിഞ്ഞാൽ സോഫയിലും കട്ടിലേലും ഇല്ലാത്ത സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ ഞാൻ ഈ ഫാനും ജനലിനെല്ലാം കുറച്ച് പൊടിയുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. നമ്മുടെ ഈ ഫാനിന് പൊടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫാൻ ഇടുമ്പോൾ പിന്നെ ആ പൊടി ഫുള്ള് നമ്മൾ ചുമരിനൊക്കെ പാറി പിടിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങിയിട്ടാ. ഇത് എനിക്ക് നൂറ് വാങ്ങിക്കൊണ്ട് തന്നതാണ്. ഇതാവുമ്പം ഇതിൻ്റെ സൈഡ് മടക്കിയിട്ട് നമുക്ക് ഫാനിൻ്റെ മുകളിലൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ജനലിൻ്റെ കമ്പിക്കുള്ള പൊടിയൊക്കെ നല്ല വൃത്തിക്ക് ക്ലീനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇതാ ഞാൻ വേഗം അടിച്ച് വാരിയിട്ട് ഇനി തുടക്കാനുണ്ട് കേട്ടോ. നമ്മൾ ഈ അടിച്ച് വാരുമ്പോൾ എവിടെ നിന്നാണെന്നറിയില്ല എത്രപ്പാടെ മുടി കിട്ടുന്നതെന്നറിയോ. അന്നേരം നമ്മളെ തലയിൽ ഇത്രയും മുടിയുണ്ടോ നമ്മൾ ആലോചിച്ച് പോവും. അങ്ങനെ പിന്നെ ഇതാ ഫുള്ള് അടിച്ച് വാരലും തുടക്കലും ഒക്കെ കഴിഞ്ഞ് ഫുള്ള് വീട് ക്ലീനാക്കി ഇട്ടിട്ടാ. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.